മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഇന്നലെയാണ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വറിനെ വിട്ടത്. ടെക്നോ പാർക്കിലെ ഓഫീസിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ജയിലിൽ അയച്ചത് മുതൽ നിരാഹാരത്തിലാണ് രാഹുൽ ഈശ്വർ. ക്ഷീണിതനെന്ന ഡോക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച ട്രിപ്പ് നൽകിയിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. 6-ാം തീയതിയാണ് ഇനി രാഹുൽ ഈശ്വറിന്റെ ജാമ്യ അപേക്ഷയിന്മേലുള്ള വാദം തുടരുന്നത്. എന്തായാലും മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ 8-ാം ദിവസവും ഊർജിതമാക്കുമ്പോൾ മറുവശത്ത് രാഹുലിന് വേണ്ടി എന്നല്ല, നമ്മുടെ സംസ്ഥാനത്തിൽ എല്ലായിടത്തുമുള്ള ആണുങ്ങൾക്ക് വേണ്ടി, ആണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇനി അറിയേണ്ടത്, ഇനിയും രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമോ? ആർക്കെങ്കിലും വാട്സാപ്പ് സന്ദേശം വഴി ഭീഷണിപ്പെടുത്തിയോ? ഗ്രൂപ്പ് തുടങ്ങി, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആരെങ്കിലും ഒക്കെ ഒരു ഗ്രൂപ്പിലാക്കി പറഞ്ഞ് ഈ അതിജീവിതയ്ക്കെതിരെ പറഞ്ഞ് ഇളക്കി വിട്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ദീപ രാഹുൽ ഈശ്വർ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ 8-ാം ദിവസവും പിടിക്കാത്ത പോലീസ് രാഹുൽ ഈശ്വറിനെ കിട്ടിയത് രാഹുൽ ഈശ്വറെങ്കിൽ രാഹുൽ ഈശ്വർ നമുക്ക് കാര്യമായി ഒന്ന് പെരുമാറിയേക്കാം എന്ന മട്ടിൽ കാര്യങ്ങൾ നീക്കിയോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ച രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഞാൻ വെള്ളം പോലും കുടിക്കുന്നില്ല, ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറയരുത്, തെറ്റാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ പരിഹസിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ശക്തമായ രാഷ്ട്രീയ നേതാക്കളും വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവല്ല, ശക്തമായ നിലപാടുള്ള ആളുകളും വേണം എന്നാണ് ഒരു കൂട്ടം ജനം പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ മറ്റുള്ളവരൊക്കെ തന്നെ അധപ്പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതിനിധി പോലെ ഒരാൾ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചാനലുകളെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ചാനൽ മേധാവിമാർ ഒരു സ്റ്റാൻഡ് എടുക്കും. ആ സ്റ്റാൻഡ് അനുസരിച്ച് ആ സത്യം മാത്രമേ ജനങ്ങൾ അറിയുള്ളൂ എന്നുള്ളതാണ്. ഒരു പ്രൈവസി പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രൈവസി ഇല്ല. പലരുടെയും പ്രൈവസിയാണ് ഇപ്പോൾ പ്രൈം ടൈം പോലും ചർച്ച ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി ദിവസമാണ് ഇന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയണം. ഒപ്പം രാഹുൽ ഈശ്വറിന്റെ വിധിയും എന്താണെന്ന് അറിയണം. കഴിഞ്ഞ ദിവസം ദീപ രാഹുൽ ഈശ്വർ സംസാരിച്ച ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കോടതിയില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത്. ഇപ്പൊ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചത്. അപ്പൊ നമ്മള് ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മള് 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും കോടതി പറഞ്ഞു ഒരു 1 day കസ്റ്റഡി, നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പൊ ഇന്നും നാളെ 2 days, നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു. ഇനി ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ. അപ്പൊ ഇനി അത് മറ്റന്നാള് മൂവ് ചെയ്ത് എടുക്കാമെന്നല്ലോ. അല്ല, വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. നാളെ വൈകിട്ട് 5 മണി വരെയല്ലേ ഇത്. അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും. ഇപ്പൊ ഫ്രൈഡേ എടുക്കാം. നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകും.